അലൈവിലൂടെ കിട്ടാ मलबारी मार इसका रिंग है ना शोरूम यूट्यूब എന്നെ വെച്ച് ഒന്നും കാമഡി കിമഡി പണ്ണല്ലേ യൂട്യൂബ് നമ്മളെ ജിമിനിന്റെ പ്രശ്നം തരപ്പതാ ഉണ്ടാ വൈബ്രേഷൻ भाई आपके पास बहुत जिमनी है ना? जी जी मेरे पास जिमनी होता है बिल्कुल हाँ जिमनी पूरे जिमनी कोई भी जिमनी 5 डोर्स 3 डोर्स हाँ सब मिलता है हाँ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പരിപാടി എന്തായിരിക്കും ഇതേ നമ്മളെ ജിമിനിൻ്റെ ടയറ് ഭയങ്കര വൈബ്രേഷൻ കേട്ടോ. വണ്ടി 70-80 കിലോമീറ്റർ സ്പീഡിൽ നല്ല വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ വണ്ടി നല്ല ലുക്കാണ് കാണാനായിട്ട്. നല്ല ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ലുക്കാട്ടോ. പക്ഷേങ്കിൽ ടയറ് ഭയങ്കര വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോസ് പറഞ്ഞ് ഈ ടയർ മാറ്റിയിട്ട് ഷോറൂം സാധനം ഇടണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നേരെ മുസഫിക്കാണ് പോണത്. മുസഫിയിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഒക്കെ ഷോപ്പിൽ പോകണം. അവിടെ പോയിട്ട് നമുക്ക് നോക്കട്ടെ സാധനം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. 2022 മോഡലാണ്. 22 മോഡലിൻ്റെ അലോയ് വീല് സാധനങ്ങൾ നമുക്ക് കിട്ടുമോ നോക്കാം. അലോയ് വീല് പിന്നെ ടയർ നമ്മൾ എടുക്കേണ്ടി വരും. എന്തായാലും അത് നോക്കാനായിട്ട് നമ്മൾ നേരെ മുസഫിക്കാട്ടോ പോണത്. നമുക്ക് ടയറിൻ്റെ ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം സാധനം കിട്ടുമെന്നുള്ളത്. സംഭവം ഇതിൻ്റെ ആദ്യത്തെ സാധനം ഒന്നാമത് ബോസ് ചോദിക്കണില്ല. ബോസിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞൊന്ന് ഫ്രണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ അയച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടയർ മോശമാണ്, ടയർ മാത്രം ഇട്ടാൽ മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇവർ അങ്ങനത്തെ ഒന്നും ചോദിക്കില്ല. ഇവർക്ക് അതൊക്കെ ഒരു മോശത്തരാണ്, അയവാണ്. അറബിയൊക്കെ അങ്ങനെ ഉണ്ട്. ഇവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ അവിടെ ഡ്രൈവർദോ അല്ലെങ്കിൽ ആരെയും അല്ലെങ്കിൽ അറബി ഞാൻ പറയുന്നത് ഞാൻ ചോദിച്ചോളാം, അമ്മേൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോളാം. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് പോയിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ അലോയ് നോക്കാനായിട്ട് പോകണം. സാധനം കിട്ടുമെന്ന് അറിയില്ല, ഈ പൊളിയിലുണ്ടോ എന്നുള്ളതും അറിയില്ല. പുതിയത് ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മുസഫിൽ നമുക്ക് പോയി നോക്കട്ടോ സാധനം കിട്ടില്ല എന്നുള്ളത്. കിട്ടുകയാണെങ്കിൽ നമ്മളത് ഇട്ടിട്ട് അന്ന് അലൈൻമെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞാൽ വൈബ്രേഷൻ പോവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഫുള്ളായിട്ട് പണിതതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ആയിക്കോട്ടെ, അടിയിൽ വരുന്ന റാഡുകളായിക്കോട്ടെ ഒക്കെ മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ്. ആഫ്റ്റർ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അമ്പൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് പോവാം, ഒരു പ്രശ്നമില്ല. കാരണം ഭയങ്കര ഹാർഡാണ് വണ്ടി. അങ്ങനെ ആക്കിയിട്ടുണ്ട്, കാരണം മണലിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് നേരെ മുസഫിൽ പോയി നോക്കട്ടെ. സാധനം കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ മാറ്റിയിട്ടേ വരുള്ളൂ. ഇപ്പോൾ ഏകദേശം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊരു ഗ്യാരേജ് പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾ ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ വണ്ടി വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാരേജ് പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഒരു വർക്കൗണ്ട് വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഗ്യാരേജിനകത്ത് ഇവിടെ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കഴിച്ചിട്ടായിട്ടാണ് വണ്ടി നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകണ്ടി വരില്ല. എന്തായാലും ഇപ്പം തന്നെ ആഴ്ചയിൽ കയ്യിലുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞിട്ടു. ഏതായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം, മുസഫിൽ പോയിട്ട് സാധനം കിട്ടുമോ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നേരെ നമുക്ക് എന്ത് ചെയ്യാം പോയോ കേട്ടോ. നമ്മളെ ജിമിനിൻ്റെ പ്രശ്നം തരപ്പതാ എന്താ വൈബ്രേഷന് ഉണ്ടാ ഭയങ്കര. സ്റ്റാറിങ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷനാണ്. ഇതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം. നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് മറ്റേ മീസാനിയ എല്ലാ അലാക്കും ചെയ്ത് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ അവരപ്പം തന്നെ പറഞ്ഞു ടയറിൻ്റെ പ്രശ്നമാണ്, ടയർ വലിയ ടയർ ഇട്ടുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും മാറ്റി പോയിട്ട് കേട്ടോ. നോക്കാം നമുക്ക് സാധനം കിട്ടുമോ എന്നുള്ളത് അറിയില്ല എന്നുള്ളത് സംശയമാണ്. അസ്സലാമു هذا ايوه هذا سيارة اصلي وقالة ونن اوكي شوف 2023 هذا موديل جديد ما يريد قديم ممكن في موديل قديم خلي شوف اني تشيك ونن يلا شيك كلام ما في شكل قديم بس شوف تعال انزل شوف شكل ماله زين هذا انا لي شكل جديد ما في والله. شو هذا الشيء؟ شو هذا يسوي هذا الشكل؟ هذا فيديو مشان انت؟ مشان انا. شوف لايف فاتح؟ لا ما في ليه. لا كان مشان شو هذا؟ مشان هذا مال يوتيوب. شو ديتو؟ يوتيوب انت يركب داخل يوتيوب؟ زين نفرني. تمام. وين انت بلاد؟ سوريا وين اصل؟
هذا خاص الجزيرة. أصلي. جزيرة جزيرة؟ تطلع مني أيوة. اليوتير. أيوة. أول شوف جار مال أنا ممكن حصل كمان. وين؟ لا أول شوف هذا محل، بعدين يطلع سيدة ايه نيوتير دوار سيدة، ايوه بعدين باركن. بايما ماركن من هناك نيوتير وين؟ في دوار نيوتير باركن هذا شكله. اوكي ان شاء الله بنشوف إن شاء الله. شوف في صديق مالنا كمان أوكي. ممكن حصل. ان شاء الله ഓക്കെ അവൻ പറഞ്ഞത് ജസീറ എന്തൊരു ഷോപ്പ് പറഞ്ഞു പോയോക്കട്ടെ നമുക്ക് ജസീറയിൽ ഇനി ജസീറ സാധനം ഇവിടെ കിട്ടാനില്ല 2000 പിന്നെ കുറേ പഴക്കമുള്ളതാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് നടക്കൂല നമ്മൾ ബോസ് പറഞ്ഞത് 21 22 23 കാലയളവിലുള്ളതാണ് നോക്കാൻ പറഞ്ഞത് എന്തായാലും നോക്കട്ടെ നമുക്ക് സാധനം പാടാണ് ഈ ഷോറൂമിൽ തന്നെ ചിലപ്പം നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വണ്ടിക്ക് റോഡ് പ്രസൻസ് ഭയങ്കര കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ അറബികളാണെങ്കിലൊക്കെ നമ്മളെ വണ്ടി ഇങ്ങനെ നോക്കും കാരണം ഇതിൻ്റെ ടയറിൻ്റെ ഇതുകൊണ്ടാട്ടാ കുറേ ആൾക്കാർ അതേമാതിരി ചോദിക്കലും ഉണ്ട് എവിടെ നിന്നാണ് ടയർ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ചോദിക്കലുണ്ട് പക്ഷേ എങ്കിൽ ഈ ടയർ ഇട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ പിന്നെ ആ വൈബ്രേഷനൊക്കെ കൊണ്ടെടുക്കണമെങ്കിൽ ഓക്കെ പക്ഷേ നമുക്കത് ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷനാണ് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുള്ളൂ എന്തായാലും ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് നമുക്ക് നോക്കട്ടെ അവിടെ എവിടെയെങ്കിലൊക്കെ ബോസ് हाँ बॉस അലൈവിലൂടെ കിട്ടാ मलबारी मार इसका रिंग है ना शोरूम वाले किधर से मिलेगा अलाइविल टायर का हाँ व्हील का हाँ वो आप पीछे चेक करो यहाँ वो आपका वो मलबारी है ना हाँ स्पाइडर उस पे चेक करो अच्छा अब किधर का है हम पाकिस्तान के हैं। पाकिस्तान का है अच्छा ओके देखिएगा इसमें मिलेगा जजीरा में मिलेगा उधर चेक करो शायद 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 मिलेगा ये बाप को वीडियो भेजेगा नहीं ये यूट्यूब पे आएगा हाँ बिजनेस के लिए नहीं यूट्यूब चैनल मालूम है यूट्यूब मालूम हाँ है मालूम है यूट्यूब में आएगा मैं ऐसा ब्लॉगिंग करते हैं हाँ, अच्छा ओके हाँ ओके അപ്പോൾ അവിടെ ഇല്ല നമുക്ക് ഇനി ജസീറയിൽ നോക്കാം ജസീറയാണ് ഇപ്പം എല്ലാവരും പറഞ്ഞത് ജസീറ 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 നോക്കാം ജസീറയിൽ ഇവിടെയാണ് ജസീറ നോക്കാം കേട്ടോ മക്കളെ സാധനം കിട്ടുമെന്നുള്ളത് യെസ് ഗൾഫ് ടയറിൻ്റെ അടുത്ത് തന്നെയാണ് ജസീറ എടുക്കണേ ഇതാണ് ജസീറ യെസ് ഇവിടെ പാർക്ക് ചെയ്താണ്ട് സൈഡിൽ നിർത്തിയാണ് പോയേക്കാം السلام عليكم عندك موجود وكالة رينج ما في وين السل ها سكراب لازم سكراب ما في محلات مني അങ്ങനെ മക്കളെ നമ്മൾ മുസഫിന് തിരിക്കാം കേട്ടോ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചു പിന്നെ നമ്മൾ സുസുക്കിൻ്റെ ഒരു ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചു സ്പെയർ പാർട്സ് ഇട്ടോ അപ്പോൾ അവർ പിന്നെ ഏകദേശം 3500 അടുത്ത് വേറെ ഒറിജിനലിനെ അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ബോസ് പറഞ്ഞു എന്നാൽ അത് വാങ്ങില്ലെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നും കൂടി എൻ്റെ ഫ്രണ്ടിനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ചോദിച്ചു നോക്കട്ടെ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു അത് ഓർഡർ ചെയ്താൽ 2 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു മിക്കവാറും അപ്പോൾ ഈ ടയറാണെങ്കിൽ അതിന് സൂട്ടാവും പുതിയ ടയറും ഇടേണ്ടി വരും എന്തായാലും ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇത് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്തിട്ട് ഇടാനാണ് പരിപാടി എന്തായാലും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ഷാർജയിലൊക്കെ പോകണം ഷാർജയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡൊക്കെ സാധനമൊക്കെ കിട്ടും പക്ഷേ അതിനായിട്ട് ഒട്ടമുണ്ട് പോകണ്ടേ അപ്പോൾ സാറിന് നോക്കുമ്പോൾ ഒറിജിനൽ തന്നെ ഇടാം ഷോറൂം സാധനം തന്നെ ഇടാം പക്ഷേ നമ്മളിത് നോക്കുക ഇത് കിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക മാറ്റിയിടാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ നേരെ തിരിക്കുകയാണ് ഇനി സാലറി വന്നിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് അങ്ങനെ മെസ്സേജ് വന്നു ബോസ് ഇപ്പോൾ സാലറി ഇട്ടിക്കണം അപ്പോൾ നേരെ പോണ ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാങ്കിൽ കയറിയിട്ട് ADCB കയറിയിട്ട് അതുകൊണ്ട് വലിക്കണം ADCB ഇപ്പോൾ 15 ദിർഹംസ് കട്ടാവുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ പുതിയത് വന്നിട്ട് നവംബർ മുതൽ പക്ഷേ ഇതുവരെ കട്ട് ചെയ്തതൊന്നും കണ്ടില്ല കട്ടായിട്ടൊന്നും കട്ടാവുമായിരിക്കും ചിലപ്പോൾ ഈ മാസമൊക്കെ കണ്ടിട്ട് എന്ന് വിചാരിക്കണം എന്തായാലും 15 ദിർഹംസ് അല്ലേ അത് പോണ നോക്കിയിട്ട് കാര്യമില്ല അക്കൗണ്ട് ഇല്ലാതെ ഒരു കാര്യങ്ങൾ നടക്കില്ല ഇവിടെ എന്തായാലും അപ്പം ഇനി പോണ നോക്കില്ല നമുക്ക് നേരത്തെ ADCB കയറിയിട്ട് കണ്ട് വലിക്കട്ടോ
പെരുന്നാളിൻ്റെ അടുത്തെത്തി. പിന്നെ ഇതാ നമ്മളെ അൽഫർദാൻ, ഫെഡറൽ എക്സ്ചേഞ്ച്, ഗുഡ് ബർഗർ, ഇതാണ് നമ്മളെ സഫീർ മാൾ കേട്ടോ, സഫീർ സെൻറ്റർ, മുസഫ. എന്തായാലും എന്ത് ചെയ്യുക, നേരെ അതിൻ്റെ താഴെ തന്നെ ഉണ്ട് ഒരുപാട് ATM കൗണ്ടറുകളുണ്ട്. അതിൽ പോയിട്ട് നമുക്ക് സാലറി എടുക്കാം. അങ്ങനെ നമ്മളെ സാലറി എടുത്ത് ഇറങ്ങിട്ടാ. ഇനി കാണാത്തവർക്കാണ്, ഇതാണ് ഇവിടുത്തെ പുതിയ 1000 കേട്ടോ, ഏറ്റവും പുതിയ 1000. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ 500 അല്ലേ. 500 സത്യം പറഞ്ഞാൽ 50 500 ചിലപ്പോൾ ചില ദൈവം നമുക്ക് തിരിച്ചറിയില്ല കേട്ടോ. 50ൻ്റെ നോട്ട് ഞാൻ കാണിച്ചു തരാം. അതിനും 50ൻ്റെ നോട്ട് ഏകദേശം ഇതുപോലെ തന്നെയാണ്. അറിയാതെ ചിലപ്പോൾ മാറിക്കൊടുക്കാൻ നമ്മൾ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത് 50, ഇത് 500. സംഭവം പെട്ടെന്ന് ഇങ്ങോട്ട് ചെറിയൊരു കളറിന് മാറ്റമേ ഉള്ളൂ. ഏകദേശം സൈസൊക്കെ ഏകദേശം ഒരേ സൈസായിട്ട് വരണേ. 50ന് പകരം 500 എടുത്ത് കൊടുക്കും, ശ്രദ്ധിച്ചോണ്ടി. എന്തായാലും സാലറി എടുത്ത് കഴിഞ്ഞ് നാട്ടിൽ കണ്ട് അയച്ചു കഴിഞ്ഞാൽ 10,200 അവിടെ കയ്യിൽ പോകലിലും വെച്ച് കഴിഞ്ഞാൽ അതാണ് തീർന്നത്. അങ്ങനെയൊക്കെയാണ് ലൈഫ് മക്കളെ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നാട്ടുകളിലും കൂടി തീരുമാനമാക്കിയിട്ടാണ്ട് വിടാം. ഓക്കെ, അപ്പം ഇനി 2 hours later. ഗായ്സ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 6:30 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോണത് അബുദാബി ദുബായ് ബോർഡറായ ഗന്തൂത്തിലേക്കാണ്. ഇത് നമ്മൾ ഈ റോഡ് അബുദാബി ബനിയാസത്തിന് മുമ്പ് ഷഹാമ ദുബായ് മഫ്രക്ക് വഴി നേരെ പോയി കയറുന്നത്. ഷഹാമ ദുബായ് റോട്ടിലേക്ക് പോയി കയറട്ടെ ഈ റോഡ്. അപ്പോൾ ഈ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഗന്തൂത്തിലേക്കാണ് പോണത്. സംഭവം എന്താ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു അലോയ് വീൽ എടുക്കാനായിട്ടാണ് പോണത്. അതുപോലെ തന്നെ അടുത്ത കാണുന്ന ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ കയറണം. വണ്ടിയിൽ എണ്ണ ലോ ആണ്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 85 കിലോമീറ്ററാണ് അബുദാബി ദുബായ് ബോർഡറായ ഗന്തൂത്തിലേക്ക്. നമ്മൾ അടുത്ത് കണ്ട പെട്രോൾ പമ്പിൽ തന്നെ കയറി. അതുപോലെ തന്നെ നേരെ ATM പോയിട്ട് ക്യാഷും എടുത്തിട്ടുണ്ട്. ക്യാഷ് നമുക്ക് അവർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഇവിടെ നിന്നൊരു 50 കിലോമീറ്ററോളമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഏകദേശം അവരിപ്പോൾ അവിടെ ഏകദേശം എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ തട്ടപ്പത്തിന്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഗന്തൂത്തിലെത്തിയിട്ടാ. ഇതേ നമ്മളെ ജിമിനി ഇതാ മൊഞ്ചനായി എടുക്കണേ ഇല്ലേ. അപ്പോൾ നമ്മൾ ജിമിനി കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്താ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്ങായിമാരെന്ന് ഞാൻ പറഞ്ഞില്ല രാവിലെ, പിന്നെ മറ്റേ ടയർ ബോസിൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ട് അതൊക്കെ തീരുമാനമാക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ എങ്കിൽ ആൾ ഓനക്ക് വിളിച്ചപ്പോൾ ഓനവിടെ പുറത്തോടെയാണ്, ലിവിയിൽ അവിടെയാണ്. അപ്പോൾ 2 ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ടൈമില്ല, സവറില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വേറെ ഏതെങ്കിലും സെറ്റപ്പ് ആക്കാൻ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് തിരഞ്ഞതാണ്. അങ്ങനെ ദുബൈയിൽ ഉണ്ട് സാധനം. അങ്ങനെ ദുബൈയിലുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആൾക്ക് കോൺടാക്ട് ചെയ്ത്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് ദുബൈക്കാണ് പോകണേ, വണ്ടിക്ക് സാലിക്കില്ല, ഇനിയിപ്പോൾ അതിന് സാലിക്കൊക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ പിന്നെ ആൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ദുബൈൻ്റെ ബോർഡർക്ക് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബൈ അബുദാബിൻ്റെ ബോർഡറിലാട്ടോ, ഗന്തൂത്ത്. ഇതാ നമ്മളെ ഫ്രണ്ടിലൂടെ പോകണതാണ് ദുബൈ അബുദാബി റോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പാളപ്പണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാധനമായിട്ട് വരാനിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കണം എന്താ പാടെന്നൊക്കെ ഉള്ളത്, അല്ലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ബെൻഡോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ പുതിയ വേറെ വണ്ടിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചാന്നട്ടോ പറഞ്ഞത്. വേറെ വണ്ടിക്കല്ല, അയാൾ വേറെ അലോയ് കയറ്റിയപ്പോൾ ഇത് അയച്ചു വെച്ചാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുക, സാധനം അവരത് 5 പീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 5 പീസിൻ്റെ ആവശ്യമില്ല. ഒന്ന് ബാക്കിൽ സ്റ്റെപ്പിനായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പീസ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ 4 പീസ് നമ്മൾ പറഞ്ഞിട്ട് പുതിയതിനാണെന്ന് നോക്കിയപ്പോൾ ഏകദേശം 4 റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 1000 റുപ്യേൻ്റെ ചൂടേ വരണുള്ളൂ കേട്ടോ.
എന്തായാലും വെയിറ്റിങ്ങിലാണ്. സാധനം വന്നിട്ട് എന്ത് ചെയ്യുക, നേരെ വണ്ടി കയറ്റി നമുക്ക് മുസഫി പോയി വെക്കാം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ടയർ ഇടും. 4 ടയർ കയറ്റിയിട്ട് കുറച്ചൊരു വൈഡായിട്ടുള്ള ടയർ തന്നെ ഇടണമെന്നാണ് വിചാരിക്കണത്. കുറച്ച് അങ്ങനെ വൈഡല്ല, എന്നാലും അത്യാവശ്യം ഒരു കാണാനൊരു ഗുമ്മിന് ചെറിങ്ങനെ ലെവലിലൊന്നും ഇതാക്കിയിട്ട് പിന്നെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കണം. എന്തായാലും ആള് നരിയാണ്. പക്ഷേ വൈബ്രേഷൻ ഞാൻ പണ്ട് വന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വൈബ്രേഷൻ എന്നാണ് പോയി കിട്ടിയാൽ ചിലപ്പോൾ ആള് അടിപൊളിയാണ്. എന്തായാലും ഇവരെന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് അതോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആൾ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ മക്കളെ നമ്മളെ അലോയ് എത്തിയിട്ടുണ്ട്. ഇതാണ് സാധനം കേട്ടോ. ആ ലൈറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാധനം, കമ്പനി സാധനമാണ്. കണ്ട് ബാക്ക് തുറന്നിട്ടുണ്ട്. ഓൻ്റെ വണ്ടിയിൽ നിന്ന് അത് എടുത്തുകൊണ്ട് നിൽക്കണേ. ഓൻ്റെ വണ്ടി കേട്ടോ, ജിമിനി. सेम जिमिनी आपका कंपनी का है? इसका सेम साइज आता है? हाँ, सब सेम है साइज, सब सेम 2019-25 तक सब सेम है. ഇതേമാതിരി ഉണ്ടാവും നമ്മളെ ടയർ. അങ്ങനെ മക്കളേതാ ये बाइक के पास से ये अलॉय व्हील लिया. भाई आपके पास बहुत जिमनी है ना? जी जी मेरे पास जिमनी होता है बिल्कुल. हाँ जिमनी पूरे जिमनी कोई भी जिमनी 5 doors 3 doors हाँ सब मिलता है. हाँ അപ്പോൾ ആർക്കെങ്കിലും മക്കളെ നല്ല ജിമ്മിനിയൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ നമ്പർ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആളെ നമ്പർ തരട്ടാ. ഏത് ടൈപ്പ് 5 ഡോർ അല്ലെങ്കിൽ 2 ഡോർ ഏതൊക്കെ വേണമെങ്കിലും ആളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. एजेंसी मेंटेन्ड एक्सीडेंट फ्री भी. അതെ, ആക്സിഡൻറ്റ് ഫ്രീ അല്ല, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടിയാണെന്ന് പറഞ്ഞു. वारंटी भी है 7 years वारंटी. 7 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ. ഓക്കെ, നാം बताओ आपका? खलील नाम है मेरा भाई. ഖലീൽ. ഇത് ആളെ വണ്ടിയാണ്. ഏ ബേജിനൊക്കെ ये भी फॉर सेल है. हाँ ബേജിനൊക്കെ जी ആ ഇത് വണ്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ. വണ്ടി ജിമിനി തന്നെയാണ്. ആള് ഫുള്ള് ജിമിനി വിട്ടിട്ടുള്ളൊരു കളിയില്ല. ഉണ്ടല്ലേ, അടിപൊളി വണ്ടി കേട്ടോ. സിൽവർ കളറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മളെ സാധനം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് വിടണം കേട്ടോ. നേരെ ഇനി മുസഫ ടയറിങ്ങാടി പോവാം. അങ്ങനെ മക്കളെ നമ്മളങ്ങനെ മുസഫിയിലെത്തിയിട്ട് ആൽഷിഫ ടയറിലെത്തിയിട്ടുണ്ട്. ടയർ കണ്ടില്ല, ഫ്രണ്ടത്തെ ടയർ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ബാക്ക് തന്നെയല്ല, കുറച്ച് പുറത്തേക്കാണ് നിൽക്കുന്നത്. ഫ്രണ്ടത്ത് കറക്റ്റ് ലെവലാണ്. കുറച്ചൊരു സൈസ് ചെറുങ്ങനെ കൂട്ടിയിട്ടുള്ള ടയറായിട്ട് ഇട്ടിരിക്കുന്നത്. നെക്സൻ്റെ ടയറായിട്ട്. ബാക്കത്ത് കണ്ടില്ല, കുറച്ച് ഇത്ര പുറത്തേക്കുള്ള നമ്മൾ ഓൾറെഡി ഉള്ളതാണ്. ഇപ്പോൾ അത് അയച്ചിട്ട് ഈ ഫ്രണ്ട് കിടക്കുന്ന സെയിം ടയറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അവർ ഓരോന്നും ടയറായിട്ട് അയച്ചു കൊണ്ട് നിൽക്കുകയാണ്. ചെക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വൈബ്, നമ്മളെ അതേ വൈബിലുള്ള ചെക്കന്മാരാണ് കേട്ടോ. നല്ല കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല എവിടെയും ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ടയർ ഷോപ്പ്, ഞാൻ ഒരുവിധ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ മുമ്പ് നിസാൻ ഇവിടെ കൊടുത്തിട്ടാണെങ്കിലും ടയർ മാറ്റിയത്. നല്ല റേറ്റിന് തന്നെ ചെക്കന്മാർ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ടയറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ അൽഷിഫ ടയർ കേട്ടോ. അടിപൊളിയാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, നമുക്കൊക്കെ ലൊക്കേഷൻ കിട്ടും. പിന്നെ ചെക്കന്മാരാണെങ്കിലൊക്കെ നല്ല വൈബാണ്. നല്ല ഒരു കറക്റ്റ് അതിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഓരോന്നായിട്ട് കണ്ട ഈ ഒരു ബ്രാൻഡാട്ടാ. പക്ഷേ ഒരു ബ്ലൂ കളറുണ്ട്. പക്ഷേ ബോസിന് ആ ഒരു കാര്യം മാത്രമാണ് പറ്റാത്തത്. കാരണം ഒരു ബ്രാൻഡ് കമ്പനി അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ 2-3 വർഷമൊക്കെ വാഷ് ചെയ്താൽ ചിലപ്പോൾ പോകുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ടയറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒറിജിനൽ ഇതിൻ്റെ ആ സെൻസർ വരുന്നത് ടയറിൻ്റെ. അപ്പോൾ ആ സെൻസർ നമ്മൾ അയച്ചെടുക്കണം. അയച്ചെടുത്തിട്ട് പിന്നെ ഇതിൽ നമുക്ക് വേറെ ഇതിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. എയർ അടിക്കാൻ അതിട്ട് കൊടുത്തിട്ട് ഇതിൽ എയർ അടിച്ചിട്ട് നമുക്ക് സാധനം കൊണ്ടുപോകണം. നമ്മളിത് ചിലപ്പം സെല്ല് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മൾ സെയിൽ ചെയ്യാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ആരെങ്കിലും ജിമ്മിനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിച്ചോളി, നമ്മളത് ചിലപ്പം കൊടുക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇവനക്ക് ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ള ഭയങ്കര പരാതിയെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ അവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവനെ ഏതായാലും ഈ വീഡിയോയിൽ അവനെ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ടയറൊക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെക്ക അങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ കണ്ട് ഓണാക്കിയാണ് പിടിച്ചപ്പോൾ ഓന് സൈലൻ്റായി. എന്തായാലും അവസാനത്തെ ടയറുണ്ട്, അതും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ എന്താ നമ്മൾ വണ്ടി നേരെ എകർത്ത് കയറുകയാണ്. സംഭവം നേരെ വണ്ടി മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള റാഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഓക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്ത പരിപാടിയാണ് അടുത്തത്. ടയർ ഇട്ടപ്പോൾ വലിയ കുഴപ്പം ഇല്ല എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം കാരണം കമ്പനി ടയർ ഒന്നും കൂടി ഉള്ളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കറക്റ്റാണ്. കാണാനും കുറച്ച് വലിയ കുഴപ്പമില്ല.
ഇനി ഓടിക്കാൻ എന്താ പാടെന്നുള്ളതാണ് മെയിൻ. ആ ഒരു വൈബ്രേഷൻ മാറി കിട്ടിയാൽ മതി, അതാണ് മെയിൻ. എന്തായാലും അവർ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടിയുടെ റിവേഴ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്, അൽഷിഫ ടയേഴ്സ്. നമ്മൾ അറഫയും അൽഷിഫയ്ക്കും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അൽഷിഫയിൽ നിന്ന് മാറ്റിയതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെവിടെ വേണമെങ്കിലും പോവാം, അടിപൊളിയാണ്. പിന്നെന്താ, നമ്മളെ വണ്ടിയുടെ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടില്ലേ എന്താ ലുക്ക്. കമ്പനി അലോയ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മളാ പഴയ ഒരു ഇടിപ്പ് ഉണ്ടാവില്ല, അത് മാത്രം. എന്നാലും ഒരു ഓക്കെയാണ്. ഇനി നമുക്ക് നേരം എന്ത് ചെയ്യാം, അതിൻ്റെ ലാസ്റ്റ് എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പഴയ ടയറുകൾ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യണം. അത് ബാക്കിൽ പോകുമെന്ന് വിചാരിക്കുന്നു. അതും കയറ്റിട്ട് നമുക്ക് നേരെ കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മളിന്നലെ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നേരമായിട്ടോ. അപ്പോൾ ഇപ്പോഴുള്ള വണ്ടീൻ്റെ ഫൈനൽ ലുക്ക് എന്താ പറയുക, എന്താണ് ഇപ്പോൾ ടയർ കേട്ടോ. നെക്സൻ്റെ ടയറായിട്ടത്, കൊറിയൻ്റെ ടയറായിട്ടത്. എന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ ബോറൊന്നുമില്ല. കുറച്ചൊരു വലിയ ടയറാണ്. നമ്മളെ കമ്പനി വരുന്നതിനേക്കാൾ കുറച്ചും കൂടി വലുതാട്ടോ. കമ്പനി വരുന്നതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും ഇപ്പം നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ചെയ്ത് തരും. ബൈ ബൈ.